നീ ഒന്ന് ഒരു ദിവസം ഈ അന്നൊക്കെ ഷെഡ്യൂൾ കാണല്ലേ, രാവിലെ ഒരു സിനിമ, ഉച്ചയ്ക്ക് ഒരു സിനിമ, വൈകിട്ട് ഒരു സിനിമ, അങ്ങനെ അഭിനയിച്ചിട്ടില്ലേ? അതെ അതെ അത് രാവിലെ ഞാൻ വരുമ്പോൾ പാവാട ധാവണിയൊക്കെ ഇട്ടുകൊണ്ട് രണ്ടുപേരും പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇരിക്കുന്ന അതായത് കാലത്ത് 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടനെ പോയി തലയിലൊക്കെ കുറേ നേരെയൊക്കെ ഇട്ടുകൊണ്ട് മകനെ നിനക്ക് വേണ്ടി എന്നൊരു പടത്തിൽ അമ്മയും എൻ്റെ മകനായിട്ട് നസീർ സാർ അഭിനയിക്കും. രാത്രി ആവുമ്പോൾ ഞാൻ അങ്ങേരെ ഭാര്യയായിരിക്കും. രാത്രി അത് ഒരു 9 മണി മുതൽ രാത്രി 2 മണി വരയ്ക്കും അങ്ങേരെ ഭാര്യയായിട്ട് അഭിനയിക്കും. അങ്ങനെ 4 ഷെഡ്യൂൾ. പിന്നെ രാത്രി 2 മണി മുതൽ കാലത്ത് 5 മണി വരയ്ക്കും പോലും 4ാമത്തെ ഷെഡ്യൂൾ. രാവിലെ പിന്നെ മോളായി ഇങ്ങനെ. പക്ഷെ ഞാൻ തന്നെ നസീർ സാർ വരും, എന്താ കൊച്ചാ ഇന്ന് എന്താ, ഞാൻ മോനാണോ മകളാണോ ആരാണ് നിങ്ങൾ എൻ്റെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. വേറെ അടുത്തടുത്തുള്ള ഫ്ലോറല്ലേ, അടുത്താണ് AVN സ്റ്റുഡിയോ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി അഭിനയിക്കും, അവിടെ നിന്ന് അവിടെ പോയി അഭിനയിക്കും. നസീർ സാർ പെട്ടെന്ന് പോയി ശാരദയുടെ ആയിരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ പിന്നെ ഓടി വന്ന് ഇവിടെ അഭിനയിക്കും ഒക്കെ. ഇന്ന് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡബ്ബിങ്ങിന് വേണ്ടി AVN സ്റ്റുഡിയോയിൽ പോയിരുന്നു. ആ സ്റ്റുഡിയോ കണ്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എനിക്ക് നെഞ്ച് പൊട്ടിപ്പോയി. കാരണം അത്രത്തോളം പടങ്ങൾ ഞങ്ങൾ അവിടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലുള്ള ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ, കലാകാരന്മാരെല്ലാം ഇന്നത്തെ കാലത്തിരുന്ന് ചിന്തിക്കുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പുതിയ ആൾക്കാർ തള്ളി നുണ പറഞ്ഞു എന്നൊക്കെ പറയും. കാരണം എന്താ പറയുക, ഇത് വിശ്വസിക്കുക, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഓരോ കാര്യം. അദ്ദേഹം 40 സിനിമയിലെ മറ്റേ ഡബിൾ റോളാണ് ഇതിന്റെ കൂട്ടത്തില്. ഇല്ലെങ്കിൽ എത്രയോ സിനിമ തിരിച്ചടി, ആദ്യത്തെ പടം തിരിച്ചടി പടത്തിൽ വന്ന അങ്ങേര് പോലീസാണ് എന്നെ പ്രേമിക്കുന്നത്. പക്ഷെ കള്ളൻ, പോലീസ് ഒരു കള്ളനെ പിടിക്കാൻ നടക്കും. ആ കള്ളനും നസീർ സാർ തന്നെ. പക്ഷെ ആ നസീർ സാറും വന്ന് എന്നെ പ്രേമിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കും. പക്ഷെ പോലീസുകാരനും ഇങ്ങനെ രണ്ടുപേരും തമ്മിലുള്ളൊരു നല്ല പാട്ടുകളുള്ളൊരു പടമാണ്. 2-3 പടത്തിൽ ഞാൻ അങ്ങേരെ ഡബിൾ റോളായിട്ടൊക്കെ. ഡബിൾ റോൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അച്ചാരമണി, ഓശാരോമന. ഇത് ഡബിൾ റോൾ പരിപാടി അന്ന് എങ്ങനെയാ, ഗ്രാഫിക്സ് ഇല്ലാത്ത സമയത്ത്? ഇപ്പൊ വന്ന് ഗ്രാഫിക് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. അന്ന് അങ്ങനെ ഒന്നുമില്ല. കൽപ്പന എന്നൊരു പടത്തിൽ ഞാൻ 4 ക്യാരക്ടറാണ്, ഡബിൾ റോളല്ല, 4 റോളാണ്. ഒരു പെണ്ണ് വളരെ ഇങ്ങനെ പാവമായിട്ടിരിക്കുന്ന പെണ്ണ്, ഇനി ഒരാൾ നല്ല പാൻറ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഇനി ഒരു ഗ്രാമത്തിലുള്ളൊരു പെണ്ണ്, ഇനിയൊരു പെണ്ണ്, ഒരു സാധാരണ ഇങ്ങനെയൊരു പെണ്ണ്. 4 ക്യാരക്ടർ, ഒരു ക്യാമറ എന്നൊക്കെ വലിയ ഇങ്ങനത്തെ ഉള്ളല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഇത് ഒട്ടിക്കും, ഒരു ബ്ലാക്ക് ഒരു ഇത് ഒട്ടിച്ചിട്ട് ഒരെണ്ണം 4 പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരെണ്ണം ഒട്ടിച്ച് അത് എടുക്കും. വലിയ പാടാ. ആ സ്ഥലങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. വലിയ പാടാണത്. അതിന്റെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കി വേഷം മാറി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. ഒരു കാര്യം കൂടെ, നമ്മളിപ്പം സിനിമയിൽ സ്ത്രീ ഡയറക്ടേഴ്സ് വരുന്നതിനെ കുറിച്ചും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് സിനിമ എന്ന് പറയുന്നതിന്റെ ടെക്നിക്കാലിറ്റീസ് നമുക്ക് പുറത്ത് കാണാനോ പഠിക്കാനോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഷീലാമ്മ 3 പടം, എത്ര സിനിമ ഡയറക്ട് 3 സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് യക്ഷഗാനം എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ ശിഖരങ്ങൾ, പിന്നെ നിனைவுകളെ നീങ്ങി വിടുന്ന ഒരു തമിഴ് പടവും ഡയറക്ട് ചെയ്തിട്ടുണ്ട്. 3 സിനിമകൾ അന്ന് ഡയറക്ട് ചെയ്യുക എന്ന് പറയുന്നത്, അതെല്ലാം അന്നത്തെ അതിന്റെ ഒരു കറേജ് എങ്ങനെയായിരുന്നു അന്ന്? അതെന്താണെന്നറിയോ, ഒരുപാട് തിരക്കായിരുന്നു. അഭിനയിച്ച് എനിക്ക് മടുത്തുപോയി. ഇതെന്താ ഇപ്പോൾ രാവിലെ ആയാൽ പോയി അഭിനയിക്കുക, രാത്രിയായി അഭിനയിക്കുക. പിന്നെ ചില പുതിയ ഡയറക്ടർമാർ വരും. അപ്പോൾ അവർക്ക് ഒരു ഷോട്ട് വയ്ക്കാൻ അറിയില്ല, എങ്ങനെയാണ് ഒരു ട്രോളി വെച്ചാൽ എങ്ങനെയാണെന്നറിയാം. കട്ട് പറയാതെ ഞങ്ങൾ അഭിനയിക്കാൻ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും. സാർ കട്ട് പറയാൻ സാറെന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇവരെല്ലാം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടൊരു പടം ഡയറക്റ്റ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വന്നു. പിന്നെ ഞാൻ ചുമ്മാ അന്നൊന്നും TV ഇല്ലല്ലോ. ഇപ്പോൾ വന്ന് വൈകുന്നേരം ആയാൽ നമുക്ക് ഈ ഫോണിൽ വന്ന് എന്തെങ്കിലും യൂട്യൂബ് അതെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കാം. അന്ന് വൈകുന്നേരം ആയ നൈറ്റ് ഷൂട്ടിങ് വളരെ കുറവായിരിക്കും. അപ്പോൾ വൈകുന്നേരം വന്ന് ഞാൻ ഈ യക്ഷഗാനം എന്നുള്ള കഥ എഴുതി, അതിൻ്റെ ഡയലോഗ്സ് എഴുതി, അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്തു, എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ ഒരു പത്രക്കാരന് വേണ്ടിയാണ് ആ പടം എടുത്തത്. ഒരു പത്രക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു മകളുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ അങ്ങേരോട് ഞാൻ പറഞ്ഞു ഈ പടം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഏർപ്പാട് ചെയ്തത് കൊടുത്തു. എന്ന് അങ്ങേർക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. നസീർ സാറുമായിട്ട്
ആദ്യം ഒന്നിച്ചഭിനയിച്ച സിനിമ ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു നിലമണിഞ്ഞ കാൽപ്പാടുകൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ പടങ്ങൾ ഇങ്ങനെ സത്യൻ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ തന്നെ. പക്ഷേ എൻ്റെ നല്ല പടങ്ങളൊക്കെ, നല്ല കഥ ഉള്ള പടങ്ങളൊക്കെ സത്യൻ സാറിൻ്റെ കൂടെയായിരുന്നു. ഈ പ്രേമാങ്കീമം എന്നൊക്കെ ഉള്ള പടങ്ങളെല്ലാം മിക്കവാറും നസീർ സാറിൻ്റെ കൂടെയായിരുന്നു. എന്നാലും ആ കാലഘട്ടത്തെക്കുറിച്ചും നസീർ സാറിനെ കുറിച്ചും എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് വെച്ചാൽ ഞങ്ങൾ മധുസാറിനെ സമീപിച്ചിരുന്നു. എന്നാൽ ശരി, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. പ്രേം നസീറിനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ആക്ടിങ് കോമ്പറ്റീഷൻ എഴുതുന്നു. അത് ടൗൺ ഹാളിലായിരുന്നു നടന്നിരുന്നത്. അന്ന് CI പരമേശ്വരമുള്ള സാറ്, പിന്നെ കൈനിക്കര കുമാരമുള്ള സാറ്, അങ്ങനെ അതിൻ്റെ ഈ ട്രിവാൻഡ്രം ഡ്രാമാറ്റിക് ബ്യൂറോയുടെ മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഈ ചെറുപ്പക്കാരന് 10-20 വയസ്സ് തികച്ച് വരില്ല. അന്ന് ഷേക്സ്പിയറിൻ്റെ ലോക നാടകത്തിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് കണക്കാക്കപ്പെടുന്ന ശേഷം ദുഷ്ടനായ ഒരു കഥാപാത്രം, ഷൈലോക്കാണ് ക്യാരക്ടറിൻ്റെ പേര്. അത് മലയാളത്തിലാക്കിയിട്ട് അത് അവതരിപ്പിക്കുക, അതാണ് ഈ ആക്ടിങ് കോമ്പറ്റീഷന് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്. ഈ ഷൈലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും പ്രേം നസീറിനെ ഓർക്കാൻ സാധിക്കില്ല. അങ്ങേറ്റം വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ ഷൈലോക്ക്. ആ കഥാപാത്രമായിട്ട് അന്ന് പ്രേം നസീർ എന്നല്ല, അന്ന് അബ്ദുൽ ഖാദറാണ്. എന്നിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനാണ് പിന്നീട് പ്രേം നസീറായതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ആലോചിക്കുക, ഇപ്പോൾ പ്രേം നസീറിന് ഇങ്ങനെ പ്രേമിക്കാൻ മാത്രമേ അറിയാവൂ, മരം ചുറ്റാനേ അറിയാവൂ, പാടാനേ അറിയാവൂ എന്നൊക്കെ ശത്രുക്കൾ പറയാറുണ്ട്. ശ്രദ്ധിക്കാതെ ആ സിനിമയിൽ തന്നെ അദ്ദേഹം നല്ല ഒന്നാന്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നീ ടീനേജിൽ 18-19 വയസ്സുള്ള കാലത്ത് ഈ ഷൈലോക്കിൻ്റെ ക്യാരക്ടർ അഭിനയിച്ച് അതിന് ഫസ്റ്റ് പ്രൈസ് ഇത്രയും വലിയ പ്രഗത്ഭന്മാരിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിന് അങ്ങേറ്റം കഴിവുള്ള, വാസനയുള്ള, എന്താ പറയുക, ദൈവാനുഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ പ്രേം നസീർ നമ്മൾ കണ്ടതിനേക്കാളുമൊക്കെ വലിയ ആക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിക്ക് പ്രയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകൾ വളരെ മെച്ചമായി പോയതുകൊണ്ട് അതിൽ തന്നെ തൂങ്ങിക്കിടക്കാനേ ഈ സിനിമ ഇൻഡസ്ട്രിക്ക് സാധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിക്കാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും ഞാൻ ആമുഖത്തിൽ പറഞ്ഞ അത്ര റെക്കോർഡുകൾ, സിനിമകൾ, കഥാപാത്രങ്ങൾ, 1000 സിനിമകൾ ഒക്കെ ചെയ്ത ഒരാളെ പറ്റി മധുസാറിനെ പോലെ ഒരാൾ പറയുന്നത് അയാൾ അണ്ടർ റേറ്റഡ് ആണ്, അയാളുടെ നടനെ ഇനിയും മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ഒരു കാലഘട്ടത്തിൽ അങ്ങേര് പറയും, എപ്പോൾ നോക്കിയാലും ഈ പാട്ടും കേട്ടും ആൾക്കാരുടെ പുറകെ നടക്കുക ഇത് തന്നെയാണല്ലോ, ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോഴാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്നൊരു പടം, വേലായുധം. അത് നല്ലൊരു ക്യാരക്ടർ. പിന്നെ അതുപോലെ എൻ്റെ കൂടെ വന്ന് ഭാര്യമാർ സൂക്ഷിക്കുക എന്നൊരു പടം, അതിൽ അങ്ങേര് വില്ലനാണ്, വില്ലനാണ്. പിന്നെ അങ്ങേര് വില്ലനായിട്ട് അഭിനയിച്ച ഇനിയൊരു പടം വന്ന് നിഴലാട്ടത്തിൽ അങ്ങേര് വില്ലനാണ്. ഭാര്യയെ വന്ന് പണത്തിന് വേണ്ടി എന്തും ചെയ്യിക്കാന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഷീലാമ്മ ടൈറ്റിൽ റോളിൽ വന്നിട്ടുള്ള കള്ളിച്ചെല്ലമ്മേല്, അതെ, കള്ളിച്ചെലമേല് വില്ലൻ. അയ്യോ, ഭയങ്കര വില്ലനല്ലേ, വില്ലന്റെ ക്യാരക്ടറാണ്. സത്യത്തിൽ അതിൽ ഹീറോ എന്ന് പറഞ്ഞാൽ മധുവാണ് ഹീറോ, മധു സാറാണ്. നസീർ സാറാണ് വില്ലനാണ്. അങ്ങേര് ഭാര്യയും പിള്ളേരൊക്കെ ഉള്ളപ്പോ വന്ന് ഇവളെ ചതിച്ച് ഇവള് പോയിട്ട് കൊച്ചായി വില്ലനല്ലേ, ഓർക്കുമ്പം വലിയ അനുഭവം തോന്നുന്ന കാര്യമാണ്. നമുക്ക് ഒരാളെ കൂടെ, ഇപ്പം ഒരുപാട് കഥകൾ ഞാനീ പറഞ്ഞല്ലോ, എനിക്ക് സംശയങ്ങളും വായിച്ചുള്ള അറിവുകളും മാത്രമേ ഉള്ളൂ. ചിലപ്പം ഒന്ന് പങ്കുവെച്ചെടുത്താൽ ഒരുപാട് ഓർമ്മകൾ ഇനിയും വരാവുന്ന ഒരാളെ കൂടെ ഞാൻ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധി സിനിമകൾ, അതൊരു ഒരു കാലഘട്ടം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം തൊട്ട് ഇന്നിൻ്റെ സിനിമകൾ വരെ സജീവമായി നിൽക്കുന്ന ഒരാൾ. സിനിമയുടെ ഹാസ്യവേഷങ്ങൾ ചെയ്തും ഗൗരവമുള്ള വേഷങ്ങൾ ചെയ്തും സിനിമയ്ക്ക് പുറത്ത് ഗായികയായും നർത്തകിയായും എല്ലാം ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരാൾ.
സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീലത നമ്പൂതിരി. നമസ്കാരം. നമസ്കാരം. ഈ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ. ഷീലാമയായിട്ട് സംസാരിക്കായിരുന്നു. ഈ ഷീലാമയും നസീർ സാറും ഒക്കെ ഉള്ള പ്രണയ സിനിമകൾ അവര് ഹീറോയിനായിട്ടൊക്കെ പോകുന്നു. അതെ. അതിന്റെ പാരലായിട്ട് ഒരു ചെറിയ കോമഡി പ്രണയം അങ്ങനെയുള്ള പരിപാടികളിലാണ് ലത ചേച്ചി കൂടുതലും അതെ, ഉണ്ടാകുന്നത് അതെ, അല്ലേ? അതെ. ആദ്യമായിട്ട് ഇവരെ കണ്ട ഒരു ഓർമ്മയുണ്ടോ ലത ചേച്ചിക്ക്? എപ്പോഴാണ് ആ ഫസ്റ്റ് കാണല്? തീർച്ചയായിട്ടും. ആ. ഞാൻ മദ്രാസിൽ വന്നിട്ട് വന്ന ദിവസം മുതലേ ഇവരെ രണ്ടുപേരും കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സഹോദരി നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓ. കുമാരിത്തങ്കം. ആ. അങ്ങനെയാണ് ഞാൻ മദ്രാസിൽ വരുന്നത് തന്നെ. അപ്പം അങ്ങനെ ഇവരുടെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു, ഭാര്യമാർ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ ആ ഷൂട്ടിംഗ് കാണാൻ ആ സെറ്റിൽ ചെന്നപ്പോൾ സേതുമാധവൻ സാറ് എന്നെ മേക്കപ്പ് ഇടിയിച്ച് ആ ഒരു പാട്ട് സീൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു അല്ലേ സുലൈമ? അതെ അതെ ഒരു ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. അപ്പോൾ അതിൽ എന്നെ ഒരു ഷോട്ടിൽ അഭിനയിപ്പിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഞാൻ ഷോട്ട് മറക്കാൻ നോക്കില്ല കേട്ടോ. ആ. ഇങ്ങനെ നസീർ സാർ പാടുമ്പോഴേ അങ്ങനെ ഭയങ്കര സിനിമയിൽ പിന്നണി ഇപ്പോൾ യേശുദാസ് പോലെ ഒരു ഭയങ്കര പാട്ടുകാരനാണ്. അപ്പോൾ പാടുമ്പോൾ ഇവരിങ്ങനെ ആ പാട്ട് കേട്ട് ഇങ്ങനെ എഴുന്നേൽക്കും. അവരുടെ ഭർത്താവ് പിടിച്ച് വലിച്ചിരുത്തും. ആ ഒരു ഷോട്ട് പക്ഷെ ഒരിക്കലും ആരും മറക്കാൻ നോക്കാത്ത ഒരു അട്രാക്ഷൻ. ഒരു attraction. അതെ അതെ. അതെ. അപ്പം ഇങ്ങനെ ഷൂട്ടിങ് ഞാൻ ഇങ്ങനെ നസീർ സാറിനെ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, ഞാനൊക്കെ ഒരുപാട് സിനിമകൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും ഇവരെ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അവരെ അഭിനയിച്ച സിനിമകളിലെ ആ കഥാപാത്രങ്ങളൊക്കെ ഓർക്കുന്നവരെ ഇങ്ങനെ കണ്ട് അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ പക്ഷേ ഇവർ രണ്ടുപേരും ഞങ്ങളുടെയൊക്കെ സ്വപ്ന നായകനും സ്വപ്ന നായികയായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ.